നമസ്കാരം. മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. 2024 പിറന്നിട്ട 4 മാസങ്ങൾ പിന്നിട്ടിരിക്കുകയാണ്. ലോകമെമ്പാടും പല വിധത്തിലുള്ള അസ്വാരസ്യങ്ങൾ നിലനിൽക്കുന്നുണ്ട്. 1996 85-ാം വയസ്സിൽ വിട പറയുന്നതിന് മുൻപ് അന്ധയായ ബൾഗേറിയൻ പ്രവാചക ബാബ വാങ്ക നടത്തിയ ചില പ്രവചനങ്ങളാണ് ഇതിനോടകം തന്നെ ശ്രദ്ധ നേടുന്നത്. 2001 സെപ്റ്റംബർ 11-ന് അമേരിക്കയിൽ നടന്ന വേൾഡ് ട്രേഡ് സെന്റർ ഭീകരാക്രമണം, ചെർണോബിൽ ദുരന്തം, ഡയാന രാജകുമാരിയുടെ വേർപാട് എന്നിവയെല്ലാം അവരുടെ പ്രവചനത്തിൽ ഉൾപ്പെട്ടിരുന്നു. 2024 കുറിച്ചും അവർ ചില പ്രവചനങ്ങൾ നടത്തിയിട്ടുണ്ട്. അവയിൽ ചിലതെല്ലാം തന്നെ ഇതിനോടകം ഫലിക്കുകയും ചെയ്തു. ഫ്രഞ്ച് ജ്യോതിഷിയായ നോസ്ട്രഡാമിന്റെ പ്രവചനങ്ങളുമായി ബന്ധമുള്ള വ്യക്തിയാണ് ബാബ വാങ്ക. നോസ്ട്രഡാമിന്റെ പ്രവചനങ്ങൾ നവോത്ഥാന കാലത്തും അതിനുശേഷവും അദ്ദേഹത്തെ പ്രശസ്തയാക്കിയിട്ടുണ്ട്. പ്രകൃതി ദുരന്തങ്ങൾക്കും അതിതീവ്രമായ കാലാവസ്ഥയ്ക്കും 2024 സാക്ഷ്യം വഹിക്കുമെന്ന് ബാബ വാങ്ക പ്രവചിച്ചിട്ടുണ്ട്. ആഗോള താപതരംഗങ്ങളുടെ ആവൃത്തി 67% വർദ്ധിച്ചതായി സയൻസ് ആൻഡ് വാൻസിൻ പ്രസിദ്ധീകരിച്ച റിപ്പോർട്ടിൽ അവകാശപ്പെടുന്നു. ഈ താപതരംഗങ്ങളിലെ ഏറ്റവും ഉയർന്ന താപനില 40 വർഷം മുൻപ് രേഖപ്പെടുത്തിയതിനേക്കാൾ ഉയർന്നിട്ടുമുണ്ട്. 1979 മുതൽ 83 വരെയുള്ള വർഷങ്ങളിൽ ആഗോള താപതരംഗങ്ങളുടെ ശരാശരി ദൈർഘ്യം 8 ദിവസമായിരുന്നുവെങ്കിൽ 2016 മുതൽ 2020 വരെ ഇത് 12 ദിവസമായി വർദ്ധിച്ചുവെന്നും പഠനത്തിൽ വ്യക്തമാക്കുന്നു. 2024 ചൂട് റെക്കോർഡ് ഭേദിക്കുമെന്നും കണക്കാക്കപ്പെട്ടിരുന്നു. 1996 ബാബ വാങ്ക മരിക്കുമ്പോൾ ഇന്റർനെറ്റ് അതിന്റെ ശൈശവ ദശയിലായിരുന്നു. എന്നാൽ അതിനെക്കുറിച്ചും അതിശയിപ്പിക്കുന്ന പ്രവചനങ്ങൾ അവർ നടത്തിയിട്ടുണ്ട്. സൈബർ ആക്രമണങ്ങൾ വർദ്ധിക്കുമെന്ന് അവർ പ്രവചിച്ചു കഴിഞ്ഞു. സുപ്രധാനമായ അടിസ്ഥാന സൗകര്യങ്ങളെ ലക്ഷ്യമിടുന്ന ഇവ അന്താരാഷ്ട്ര സുരക്ഷയെ അപകടത്തിലാക്കുമെന്നും അവർ പ്രവചിച്ചിട്ടുണ്ട്. ആഗോള സാമ്പത്തിക ശക്തിയുടെ ഘടന മാറുമെന്നും ലോകരാജ്യങ്ങൾക്കിടയിലെ രാഷ്ട്രീയ പിരിമുറുക്കങ്ങളും കടബാധ്യതകളും വർദ്ധിക്കുമെന്നും പ്രവചനം വരുന്നു. ഇവയെല്ലാം 2024 വലിയൊരു സാമ്പത്തിക ദുരിതത്തിന് കാരണമാകുമെന്നും അവർ പറഞ്ഞിട്ടുണ്ട്. അലയൻസ് ലൈഫ് സർവീസ് ലക്ഷക്കണക്കിന് അമേരിക്കയിൽ ഇതിനോടകം തന്നെ നാണയപ്പെരുപ്പത്തിന്റെ പിടിയിലാണെന്ന് വ്യക്തമാകുന്നു. അമേരിക്കയും ജപ്പാനും ഉൾപ്പെടെയുള്ള ലോകരാജ്യങ്ങൾ കടുത്ത സാമ്പത്തിക പ്രതിസന്ധിയിലേക്കാണ് കൂപ്പുകുത്തുന്നത് എന്നും ഇവർ പറയുന്നു. യൂറോപ്പിൽ തീവ്രവാദ പ്രവർത്തനങ്ങൾ വർദ്ധിക്കുമെന്ന മുൻകൂട്ടി അറിയിപ്പ് നൽകിയ വാങ്ക വലിയൊരു ലോകരാജ്യം ജൈവായുധ പരീക്ഷണം നടത്തുകയോ പ്രയോഗിക്കുകയോ ചെയ്യുമെന്നുള്ള സൂചനയും നൽകിയിട്ടുണ്ട്. റഷ്യയുടെ യുക്രൈൻ അധിനിവേശവും ഇസ്രായേൽ ഹമാസ് സംഘർഷവും നിലവിൽ വലിയ പ്രശ്നങ്ങളായി തുടരുകയാണ്. എന്തായാലും ഇനിയും പലതരത്തിലുള്ള പ്രവചനങ്ങൾ നടക്കാനുള്ള സാധ്യതയുണ്ട് എന്നാണ് പറയുന്നത്. പക്ഷെ അവയെല്ലാം തന്നെ ദുരന്തമാവണം എന്നുള്ളതാണ് മറ്റൊരു ഞെട്ടിക്കുന്ന വസ്തുത.